ഇത് ഞങ്ങളുടെ വഴുതനയിൽ നിന്ന് തന്നെ പറിച്ച ഒരു വഴുതനങ്ങയാണ്. ഇതും കൊണ്ട് നമുക്കിന്ന് ഒരു വഴുതനങ്ങ കറി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് ഇപ്പം ഞാൻ കാണിക്കാം. ഞാൻ ആ വഴുതനയുടെ തൊലിയെല്ലാം അങ്ങ് ചെത്തി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മുറി സവാള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ അരിഞ്ഞ് നമുക്കിപ്പോൾ ഒന്ന് വഴറ്റാം. അപ്പോൾ നമ്മളത് വഴറ്റുന്നതിന് മുമ്പ് തന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഇത്രയും ചേർത്ത് അരയ്ക്കാൻ പോവുകയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇനി അല്പം പുളിയും കൂടി ചേർക്കണം. ഞാൻ പിന്നെ ഇതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇത് പാകമായി. ഇനി നമുക്ക് അരപ്പും ചേർത്ത് പുളിയും ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാം. പുളിയും കൂടെ ചേർത്ത് നമ്മൾ കലക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ കറി ഏതാണ്ട് കുറുകി നല്ല പാകമായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, പുളി ഇതൊക്കെ നമ്മൾ ഇപ്പോഴാണ് നോക്കേണ്ടത്. ഞാൻ നോക്കി എല്ലാം പാകമാണ്. ഇനി ഇത് വാങ്ങിയിട്ട് നമുക്ക് കടുവറക്കാം. നമ്മൾ കറിവേപ്പിലയും മുളക്, ഉള്ളി, കടുക് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് കടുക് വറുത്ത് ചേർക്കുകയാണ്. നമ്മുടെ വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട്. നല്ല രുചികരമായ കറിയാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ടും വേണേ.